സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 15 ശനി. സ്വാതന്ത്ര്യത്തിന്റെ പുതിയ പ്രതീക്ഷകൾ. 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഇന്ത്യ ഇന്ന്. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത്രയും വലിയൊരു ജനസമൂഹത്തെ കൊളോണിയൽ അടിമത്തത്തിന്റെ നുകത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്ന ആശങ്ക ബാക്കി നിന്നിരുന്നു. വിഭജനത്തിന്റെ നടുക്കുന്ന ദുരന്തങ്ങൾക്കിടയിൽ ജനിച്ച ഇന്ത്യൻ ജനാധിപത്യം തുടക്കത്തിൽ തന്നെ പരാജയപ്പെടാൻ വിധിക്കപ്പെട്ട പദ്ധതിയാണെന്ന് പലരും കരുതി. സ്വന്തം ജനതയ്ക്ക് ഭക്ഷണം പോലും ഉറപ്പാക്കാൻ കഴിയാത്തത്ര ദരിദ്രമായ ഒരു രാജ്യത്തിന് ജനാധിപത്യത്തെ വളർത്തിയെടുക്കാൻ കഴിയുമോ എന്നായിരുന്നു സംശയം. എന്നാൽ ഒരു ദശകം പിന്നിടും മുമ്പ് തന്നെ കൂടുതൽ സമ്പന്നവും ശക്തവും സ്വയം പര്യാപ്തവും ലോകത്ത് കൂടുതൽ പ്രസക്തിയുമുള്ളതുമായ രാജ്യമായി ഇന്ത്യ മാറി. പൗരരും അവരുടെ ജനപ്രതിനിധികളും തമ്മിൽ രൂപപ്പെട്ട അതുല്യമായ സാമൂഹിക രാഷ്ട്രീയ ധാരണയിലൂടെയാണ് ഇത് സാധ്യമായത്. ചെറിയ ഇടവേള ഒഴിച്ചു നിർത്തിയാൽ ജനാധിപത്യപരമായ വഴിയിലൂടെയാണ് ആ ധാരണ രൂപപ്പെട്ടത്. അതിലൂടെ ഒരു പരിധിവരെ ഭരണകൂടം അതിന്റെ ഉത്തരവാദിത്ത ബോധം ഉറപ്പാക്കുകയും സ്ഥിരതയ്ക്ക് മുൻഗണന നൽകുന്നതിനൊപ്പം അനന്തമായ വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും ചെയ്തു. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ബന്ധിപ്പിക്കുകയും സ്ഥാപനങ്ങളെ രാഷ്ട്രീയവുമായി ചേർത്ത് നിർത്തുകയും ചെയ്യുന്നത് ആശയങ്ങളാണ്. സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന വാഗ്ദാനം മോചനമാണെന്ന് ഈ ആശയങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. സമൂഹത്തിന്റെ ഏറ്റവും പിന്നിലുള്ള മനുഷ്യന്റെയും ശബ്ദം കേൾക്കപ്പെടണം. രാഷ്ട്രത്തിന്റെ ഭാവിയിൽ അവനും ഒരു പങ്കാളിത്തം ഉണ്ടായിരിക്കണമെന്നും രാജ്യം കരുതി. സർക്കാരുകൾ മാറി, രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളും കാലാനുസൃതമായി മാറി. എന്നിട്ടും വൈവിധ്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ സ്വത്വം നിലനിർത്തിക്കൊണ്ടുതന്നെ ദേശീയതയുടെയും പരസ്പര ആശ്രിതത്വത്തിന്റെയും ബോധത്തിൽ സംസ്ഥാനങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കപ്പെട്ടു. സ്വാതന്ത്ര്യദിനം ഒരർത്ഥത്തിൽ സുപ്രധാനമായ നാഴികക്കല്ലാണ്. ഇത്തരം വാർഷികങ്ങൾ രാഷ്ട്രം കൈവരിച്ച വലിയ മുന്നേറ്റങ്ങളെ വിലയിരുത്താനുള്ള അവസരം അത് നൽകുന്നു. അതോടൊപ്പം നമ്മുടെ പോരായ്മകളെക്കുറിച്ചും മുന്നിലുള്ള വെല്ലുവിളികളെക്കുറിച്ചും ആത്മപരിശോധന നടത്തുന്നതിന് അവ നമുക്ക് അവസരമൊരുക്കുന്നു. ഗാന്ധിയുടെ സ്വരാജ് എന്ന ആശയം വെറും വിദേശ ഭരണത്തിൽ നിന്നുള്ള മോചനമായിരുന്നില്ല, മനുഷ്യന്റെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും തുല്യതയ്ക്കും വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ മൂല്യങ്ങൾ പിന്നീട് ഭരണഘടനയുടെ ജനാധിപത്യം, മതനിരപേക്ഷത, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ അടിസ്ഥാന തത്വങ്ങളായി രൂപപ്പെട്ടത്. സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം പതാക ഉയർത്തുന്നതിലും ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുന്നതിലും ഉച്ചത്തിൽ ദേശീയത വിളിച്ചു പറയുന്നതിലും ഒതുങ്ങുന്നില്ല. ഒരു പൗരന് ഭരണകൂടത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ന്യൂനപക്ഷങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാനാകുമോ? ദരിദ്രന് നീതി ലഭിക്കുമോ? മാധ്യമങ്ങൾക്ക് അധികാരത്തെ ചോദ്യം ചെയ്യാനാകുമോ? സ്ഥാപനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാകുമോ? തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ തിളക്കം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ വൈവിധ്യമായിരുന്നു. എന്നാൽ ഇന്ന് അതേ വൈവിധ്യം രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള ആയുധമാക്കപ്പെടുന്ന സാഹചര്യം വളരുകയാണ്. മതം രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ആയുധമാകുമ്പോൾ ഭരണഘടനയുടെ മതനിരപേക്ഷ വാഗ്ദാനം ദുർബലമാകുന്നു. ഇന്ത്യൻ മതനിരപേക്ഷത പരാജയപ്പെട്ടോ എന്ന ചർച്ചയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യം മാത്രമല്ല, ദേശീയ പ്രാധാന്യവുമുണ്ട്. മതനിരപേക്ഷത ഏതെങ്കിലും ഒരു മതത്തോടുള്ള വിരോധമല്ല, എല്ലാ വിശ്വാസങ്ങൾക്കും തുല്യമായ പൗരാവകാശം ഉറപ്പാക്കുന്ന ഭരണഘടനാ തത്വമാണ്. ഹിന്ദുവിന് ഇന്ത്യ എത്രത്തോളം സ്വന്തം രാജ്യമാണ്, അത്രത്തോളം മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും സിഖുകാരനും ബുദ്ധമതസ്ഥനും മതമില്ലാത്തവനും സ്വന്തം രാജ്യമായിരിക്കണം ഇന്ത്യ. അതാണ് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം. ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധി മതപരമായ ധ്രുവീകരണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, സാമ്പത്തിക അസമത്വം, കർഷക പ്രതിസന്ധി, വിദ്യാഭ്യാസത്തിലെ അസമത്വം, ആരോഗ്യരംഗത്തെ പോരായ്മകൾ എന്നിവയും സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. എല്ലാ കണ്ണീരുകളും തുടച്ചുമാറ്റുന്നതുവരെ നമ്മുടെ ജോലി പൂർത്തിയായിട്ടില്ലെന്ന് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ രാത്രിയിൽ ഓർമ്മിപ്പിച്ചിരുന്നു. ആ വാക്കുകൾക്ക് ഇന്ന് കൂടുതൽ പ്രസക്തിയുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 80ാം വർഷത്തിൽ ഇന്ത്യക്ക് വേണ്ടത് കൂടുതൽ സ്വാതന്ത്ര്യം, കൂടുതൽ ജനാധിപത്യം, കൂടുതൽ സമത്വം, കൂടുതൽ നീതി, കൂടുതൽ സാഹോദര്യം തുടങ്ങിയവയാണ്. അനീതിക്കെതിരെ രാജ്യത്ത് പുതുതായി ഉയർന്ന യുവജന ശബ്ദമാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രതീക്ഷയുടെ പുതിയ തുരുത്താകുന്നത്. ജന്തർ മന്ദറിൽ ഉയർന്ന വിദ്യാർത്ഥികളുടെ ശബ്ദം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രതീക്ഷയുടെ പുതിയ തുടക്കമാണ്. അധികാരത്തോട് ചോദ്യം ചോദിക്കാനും അനീതിക്കെതിരെ ശബ്ദമുയർത്താനും സ്വന്തം അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങാനും തയ്യാറായ ഒരു തലമുറ ഇന്നും രാജ്യത്തുണ്ടെന്നത് ആശ്വാസകരമാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം ഏറ്റെടുക്കേണ്ടത് ചരിത്രത്തെ ആരാധിക്കുന്നതിലൂടെയല്ല, അതിന്റെ മൂല്യങ്ങളെ വർത്തമാനത്തിൽ സംരക്ഷിക്കുന്നതിലൂടെയാണ്. ആ ഉത്തരവാദിത്തം പുതിയ തലമുറ ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് പുതിയ ഊർജം ലഭിക്കും.
waytonikah.com, the exclusive Muslim matrimonial site.